ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷംന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലെറ്റർ സീനാണ് നോക്കുന്നത്. സീനും അതുപോലെ തന്നെ ഷീനും രണ്ടിൻ്റെയും സ്ട്രക്ചർ സെയിം ആണ്. നുക്തയുടെ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാലിഗ്രഫി ബുക്ക്, ഹെയർ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബുക്കാണ്. നമ്മുടെ കലത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6 mm സൈസുള്ള കലമാണ് എടുത്തിട്ടുള്ളത്. ദെൻ കാലിഗ്രഫി ഇങ്ക്, വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കാലിഗ്രഫി ഇങ്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. ഓൾറെഡി ഞാനിത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ വീഡിയോ ഫോൺ കറക്റ്റായിട്ടുള്ള പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതാണ് ഫസ്റ്റ് പേജിൽ ഞാൻ എഴുതിയിട്ടുള്ളത് കാണുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള അതിൽ വരുന്ന സ്ട്രോക്സിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ ഇതിന് മൊത്തം 8 സ്ട്രോക്കാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ള ഒരു സ്ട്രോക്കാണ്. രണ്ടാമത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലത്തെ സ്ട്രോക്കാണ്. ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഇതൊക്കെ ജോയിൻ ചെയ്തിട്ട് വേണം നമ്മൾ സീൻ വരയ്ക്കാൻ. മൂന്നാമത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത് മുകളിലോട്ടുള്ള ഒരു ടിയർ ഡ്രോപ്പാണ്. നാലാമത്തെ എന്ന് പറയുന്നത് ഒരു കേവാണ്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് താഴോട്ട് നല്ല നീട്ടിയിട്ടുള്ള ഒരു ടിയർ ഡ്രോപ്പ് ഡിസൈനാണ്. അതുപോലെ തന്നെ ആറാമത്തെ എന്ന് പറയുന്നത് ഒരു കേവാണ്. അത് ഒരു സൈഡിലേക്ക് തിരിഞ്ഞിട്ടുള്ളൊരു കേവ് പോലെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല. ഫസ്റ്റ് ഞാൻ ചെയ്തതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കാലിഗ്രഫി ഇങ്ക് നമ്മൾ യൂസ് ചെയ്ത് കുറേ കാലം എടുത്തിട്ട് നമ്മൾ പിന്നെ യൂസ് ചെയ്യുമ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ അതിലത്തെ ഇങ്ക് ശരിക്കും പോലെ നമുക്ക് പിടിക്കില്ല. കാരണം ഇത് അക്രിലിക് പെയിൻറ്റും അതുപോലെ തന്നെ ഫൗണ്ടൈൻ പെയിൻറ്റ് ഇങ്കും വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അക്രിലിക് പെയിൻറ്റ് എന്ന് പറയുന്നത് അറിയാലോ, അത് നമ്മൾ ഡ്രൈ ആവും. അപ്പോൾ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം നമ്മൾ യൂസ് ചെയ്യണതിന് തൊട്ട് മുന്നേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആറാമത്തെ സ്ട്രോക്ക് നമ്മൾ പറഞ്ഞു. ഏഴാമത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്ട്രെയിറ്റ് ലൈൻ പോലത്തെ സ്ട്രോക്കാണ്. അത് കഴിഞ്ഞ് എട്ടാമത്തെ സ്ട്രോക്കാണ് നമ്മുടെ മുകളിലോട്ടുള്ള ടിയർ ഡ്രോപ്പ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ മൊത്തം 8 സ്ട്രോക്കാണ് നമുക്ക് മൊത്തം വരുന്നത്. ഇനി നമുക്കിത് കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ ഫസ്റ്റ് സ്ട്രോക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്ട്രോക്കിൻ്റെ ആ ഇതെന്ന് പറയുന്നത് 1 നുക്തിയായിരിക്കും അതിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അത് എൻഡ് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് തന്നെ നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മുകളിലോട്ടുള്ള ടിയർ ഡ്രോപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിന് ടിയർ ഡ്രോപ്പ് തന്നെയാണ് പറയുന്നത്, എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല അതിൻ്റെ ഷേപ്പ് എന്താണെന്ന്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു ഡിസൈൻ അല്ല. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ സ്ട്രോക്ക് നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തിയിട്ടാണ് അടുത്ത സ്ട്രോക്ക് തുടങ്ങേണ്ടത്. എന്നാലാണ് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റത്തെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, തിരിച്ചിട്ട പോലത്തെ ഷേപ്പ്, അത് നമ്മൾ ഒറ്റയടിക്ക് ചെയ്യരുത്. നമ്മളിങ്ങനെ വിട്ട് ചെയ്യണം, എന്നാലാണ് കറക്റ്റ് കിട്ടുക. ഒറ്റയടിക്ക് ചെയ്താൽ അത് ശരിക്കും ഒരു റൗണ്ട് ഷേപ്പായി മാറും. അതിന് ശരിക്കും റൗണ്ട് സ്ട്രക്ചർ അല്ല ഉള്ളത്, ഒരു സ്ട്രെയിറ്റ് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാൻ പറ്റില്ല. ദെൻ രണ്ടാമത്തെ ആ ഒരു കർവിലേക്ക് വരുമ്പോൾ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഫസ്റ്റത്തെ കർവ് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ തൊട്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ അതും കണ്ടിന്യൂസ് ആയി പോകാൻ പാടില്ല. കണ്ടിന്യൂസ് ആയി പോയിന്റ് വെച്ചെങ്കിൽ അവിടെ ഒരു പോയിൻറ്റിങ് എഡ്ജായിരിക്കും വരിക. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്ട്രോക്കും കഴിഞ്ഞിട്ട് നമ്മൾ നാലാമത്തെ സ്ട്രോക്ക് ഇടുമ്പോൾ നമ്മൾ അത് എൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നാണ് അഞ്ചാമത്തെ സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും, കാരണം ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അത് എഴുതുന്നതിൻ്റെ ഒപ്പം തന്നെ പറയുകയാണെന്ന് വെച്ചിട്ട് കുറച്ചും കൂടി ക്യാച്ച് ആകുമായിരുന്നു. പക്ഷേ നമ്മൾ വീഡിയോ സെപ്പറേറ്റ് ആയിട്ടും ഇതായിട്ടും ചെയ്തത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കേട്ടോ. അങ്ങനെ പ്രശ്നം വരികയാണെന്ന് വെച്ചെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. എന്തായാലും ഒന്നുകൂടി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറയാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നാലാമത്തെ സ്ട്രോക്ക് കഴിഞ്ഞിട്ട് കണ്ടോ, നാലാമത്തെ സ്ട്രോക്ക് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ സ്ട്രോക്ക് തുടങ്ങിയത്. അതിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ടാണ് അഞ്ചാമത്തെ സ്ട്രോക്ക് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തെ 3 സ്ട്രോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് ചെയ്യാം. ഞാനിപ്പോൾ കൂടുതൽ എനിക്ക് എളുപ്പം എന്ന് പറയുന്നത് ഇങ്ങനെ ബാക്കിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അത് ഓരോരുത്തരുടെ കൈവഴക്കം പോലെ ഇരിക്കും. അപ്പോൾ ചില അക്ഷരങ്ങൾ ചിലർ എഴുതുന്നത് കണ്ടിട്ടില്ലേ, ചിലർ ബാക്കിൽ നിന്നാവും എഴുതി തുടങ്ങുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ എന്ന് എഴുതുന്നത് ചിലർ കറക്റ്റായിട്ട് എഴുതും, ചിലർക്ക് അതിനുള്ള ഒരു ഇതുണ്ടാവില്ല, ചിലർ അത് ബാക്കിൽ നിന്നാവും എഴുതുക. അത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. എന്തായാലും കൂടിയിട്ട് ഇങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി എഴുതി പോവാം, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് എഴുതാം. ഏകദേശം അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായാൽ മാത്രം മതി. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഫസ്റ്റ് പോർഷൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 1 നുക്തിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ, അതായത് അതിൻ്റെ ആ വിഡ്ത്തും ഹൈറ്റും 1 നുക്തിയാണ്.
ഇനി രണ്ടാമത്തെ പോർഷൻ്റെ ഒരു അതെന്ന് പറയുന്നത് നമുക്ക് 1.5 നുക്ത അല്ലെങ്കിൽ 2 നുക്ത ആ ഒരു മെഷർമെൻറ്റിൽ വരാം. അപ്പോൾ അതിൻ്റെ ഒരു ബിറ്റ്വീൻ 1.5 മുതൽ 2 വരെ അതിൻ്റെ ബിറ്റ്വീൻ ആയിരിക്കണം അതിൻ്റെ രണ്ടാമത്തെ പോർഷൻ. ഇനി ആ ലാസ്റ്റ് പോർഷൻ്റെ ആ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 5 നുക്തിയാണ് കേട്ടോ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് അത് എത്രത്തോളം താഴെയാണെന്നാണ്. രണ്ടാമത്തെ പോർഷൻ കഴിഞ്ഞ് മൂന്നാമത്തെ പോർഷൻ തുടങ്ങണ ആ സമയത്ത് അതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 1 നുക്തിയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കാണാം അത് 1.5 നുക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഹൈറ്റ് ഡിഫറൻസ്, അതിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല. ആ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞ് സെക്കൻഡ് പോർഷനിലേക്ക് കടക്കുമ്പോൾ അതിന് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് അവിടെ. ഞാനതൊരു 0 വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ തേർഡ് പോർഷനും സെക്കൻഡ് പോർഷനും തമ്മിൽ വീണ്ടും ഒരു 0ൻ്റെ ഒരു ഡിഫറൻസ്, അത്രയും ഒരു ഹൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് താഴെ കേട്ടോ. അപ്പോൾ ആ മൂന്നാമത്തെ പോർഷൻ ഉണ്ടല്ലോ, മുകളിലത്തെ മൂന്നാമത്തെ പോർഷൻ ഏകദേശം ഫസ്റ്റ് പോർഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 2 0ൻ്റെ ഒരു ഡിഫറൻസ് വരും. അപ്പോൾ ഇങ്ങനെ ഒരു 0 ഇട്ടിട്ടാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുക. ചെറിയ ചെറിയ അളവുകളിലുള്ള വ്യത്യാസങ്ങൾ കേട്ടോ. വലിയ അളവുകളുള്ള വ്യത്യാസം നമ്മൾ നുക്ത വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ചെറിയ അളവുകളുള്ള വ്യത്യാസം നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ചെറിയ 0 ഇട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇതിൻ്റെ ഒരു ഹൈറ്റ്, ആ ലാസ്റ്റ് പോർഷൻ്റെ ഒരു ഹൈറ്റ് ഡിഫറൻസ് നോക്കുമ്പോൾ അത് നമ്മൾ നോക്കിയാൽ കാണാം 1 നുക്തയാണ് അതിൻ്റെ ഒരു ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോയിൽ അത് കറക്റ്റായിട്ട് വന്നില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്തതാണെന്ന്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൺഫ്യൂസ്ഡായി പോകുമെന്നും വേണ്ട, രണ്ടിലും സെയിം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഇത് ഷീനാണ് വെച്ചെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 നുക്ത ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ 3 നുക്ത എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 നുക്ത നമ്മൾ അടുപ്പിച്ച് ഇട്ട് കൊടുക്കുക. നുക്ത എങ്ങനെയാണ് ഇടേണ്ടതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 3 നുക്ത ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 നുക്ത ഇട്ടതിന് ശേഷം ആ ഒന്നാമത്തെ നുക്ത ഉണ്ടല്ലോ അതിൻ്റെ നേരെ അളവ് പിടിച്ചിട്ട് മുകളിലോട്ടൊരു ലൈന് വരക്കണ പോലെ, എന്നിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിലൊരു രണ്ടാമത്തേൽ കണ്ടോ ഒരു മിസ്റ്റേക്ക് ഞാൻ കാണിച്ചത് കാണാം. അതിൻ്റെ ഇടയിൽ രണ്ടിൻ്റെയും ഇടയിൽ സ്പേസ് വേണം. ഓക്കെ, അപ്പോൾ ആ സ്പേസ് അതിലില്ല. അപ്പോൾ ഞാൻ ആ പോർഷനൊക്കെ സൂം ചെയ്ത് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് അങ്ങനെ കറക്റ്റ് അല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ 2 നുക്ത നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നുക്തയുടെ നേരെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് കറക്റ്റായിട്ട് കൊണ്ടുവരിക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ടില്ലേ ഒരു സ്പേസ് വരുന്നത്, അങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം ഷീനാവുമ്പോൾ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 3 കുത്ത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത്, അത് ആ ഫസ്റ്റ് പോർഷൻ്റെയും സെക്കൻഡ് പോർഷൻ്റെയും ഇടയിലായിട്ടായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. ഇനി ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഒന്നുകൂടി വരച്ച് കാണിക്കുന്നുണ്ട്. ഞാൻ സ്പീഡാക്കി കാണിച്ചു തരാം. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്ന ആ പോർഷൻ ഉണ്ടല്ലോ അത് മുകളിലോട്ടുള്ള ലൈൻ, അത് നമുക്ക് 2 തരത്തിൽ വരക്കാം. എനിക്ക് കംഫർട്ടായിട്ടുള്ളത് മുകളിൽ നിന്ന് താഴോട്ട് വരയ്ക്കുന്നതാണ്. പലർക്കും പല കംഫർട്ട് ലെവലായിരിക്കും ഉണ്ടാവുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് കേട്ടോ. ഓരോരുത്തരുടെ കൈ വഴക്കത്തിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത് താഴേന്ന് വരയ്ക്കണതാണ് ശരിക്കുള്ള അതിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് താഴെ നിന്ന്, അതായത് മുകളിൽ നിന്ന് താഴോട്ടും വരയ്ക്കാം. അപ്പോൾ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഞാൻ വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്ന മെത്തേഡ്. ഓക്കെ, അതായത് താഴെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട്. ഓക്കെ, പക്ഷേ താഴെ നിന്ന് മുകളിലോട്ടാണ് ശരിക്കും വരയ്ക്കേണ്ടത്. അപ്പോൾ എങ്ങനെ വരച്ചാലും നമുക്ക് കറക്റ്റായിട്ടുള്ള ഇതിൽ തന്നെ കിട്ടും, ഭംഗിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഇത് ഓരോരുത്തരുടെ കയ്യിൻ്റെ അതിനനുസരിച്ച് വഴക്കത്തിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റായികയൊന്നുമില്ല. പക്ഷേ എന്നാൽ കൂടി ചിലവർക്ക് എത്ര പ്രാക്ടീസ് ഉണ്ടെങ്കിലും ക്യാച്ച് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടായിരിക്കും. അത് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അവനവൻ്റെ കഴിവുകളും കുറവുകളും ഒക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം ഡെവലപ്പ് ചെയ്യേണ്ടത്. എന്നാലും ഒരു പെർട്ടിക്കുലർ ഫോമാറ്റ് എന്ന് പറയുന്നത് താഴെ നിന്ന് മുകളിലോട്ട് വരയ്ക്കുന്നതാണ്. അതാണ് അതിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് വരയ്ക്കാം കേട്ടോ. പിന്നെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോയിൻറ്റിങ് എഡ്ജാണ്. അതായത് രണ്ടാമത്തെ നമ്മൾ ആ ഒരു കേർവ് സ്റ്റാർട്ട് ചെയ്യുന്ന അതിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഒരു പോയിൻറ്റിങ് എഡ്ജ് അല്ല ഉണ്ടാവേണ്ടത്. ഒരു പോയിൻറ്റിങ് എഡ്ജ് അല്ല, പോരാത്തതിന് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാനും പാടില്ല. ആ സ്ട്രോക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം സ്ട്രോക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം അവിടുന്ന് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും അവിടെ ഒരു കുറച്ച് ബൾജി ആയിട്ടുള്ള ഒരു ഇതായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേർവ് ഉണ്ടല്ലോ, അത് കേർവ് അല്ല, അവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഫോമാറ്റ് വരും. അത് കഴിഞ്ഞിട്ടാണ് കർവ് വരുന്നത്. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ സീൻ്റെ കാര്യത്തിൽ കുറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാതെ വീഡിയോ ലാസ്റ്റ് വരെ കാണുക, നന്നായി മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ,
അപ്പോൾ ആ കർവിൻ്റെ കാര്യം, അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ്റെ കാര്യം, ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കവർ ചെയ്തിട്ടുണ്ട് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, സീനിന് വേറെയും ഫോമാറ്റുകളൊക്കെ ഉണ്ട്. അതായത് മിഡിലിൽ വന്നാൽ എന്താ ചെയ്യുക, സ്റ്റാർട്ടിങ്ങിൽ വന്നാൽ എന്താ ചെയ്യുക, അതുപോലെ തന്നെ ഇതിന് വേറെ സെപ്പറേറ്റ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഫോമുകളുണ്ട്. അതൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് പറ്റുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ, അങ്ങനത്തെ ലെറ്റേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് താല്പര്യം കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.